എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനും അച്ചും കൂടെ ഇതാണ് അച്ചു. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫുള്ളൊരു ദിവസമാണ്. അപ്പം ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. 2-3 കടയിൽ പോകാനുണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ പോകണം, മലയാളി കടയുണ്ട് അവിടെ പോകണം, നമ്മുടെ നാട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. മലയാളി കടയിൽ നല്ല ബീഫൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, കിട്ടുമെന്ന് നോക്കാം. അതുപോലെ അവിടെ സെയിൻസ്ബറി എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോകണം. അപ്പം വിട്ടാലോ? അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. നല്ല കാറ്റുണ്ട്, കാറ്റും തണുപ്പുമുണ്ട്. അപ്പം അച്ചുവിന് വീഡിയോടൊക്കെ മുന്നേ വരാനായിട്ട് കുറച്ച് മടിയാട്ടോ. ഞാൻ നിർബന്ധിച്ചാണ് വീഡിയോയിലൊക്കെ കൊണ്ടുവരുന്നത്. ഷോർട്സിലൊക്കെ വരാനായിട്ട് കുഴപ്പമില്ല, കുറച്ച് ലോങ് വീഡിയോയിലൊക്കെ വരാനായിട്ട് ആൾക്ക് കുറച്ച് മടിയാണ്. ഞാൻ പതുക്കെ ഓരോ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവരുവാണ്. എന്നാലും ഇന്ന് കുറച്ച് പോകുന്ന വീഡിയോസൊക്കെ എടുക്കണം. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചമ്മല വീഡിയോയിലൊക്കെ വരാനായിട്ട്. ഓക്കെ അല്ലേ? ആദ്യം സെയിൽസ്ബറി പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് വരുന്ന ഹൈപ്പർ മാർക്കറ്റ്, സെയിൻസ്ബറി. വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. ഉണ്ടോ? എൻ്റെ പാർക്കിംഗ് തന്നെ വലിയൊരു ഏരിയയാണ്. അച്യുത ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് താഴെ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. നമുക്ക് പാർക്കിങ്ങിൽ നിന്ന് അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വേണം സെയിൻസ്ബറിയുടെ അകത്തേക്ക് കയറാനായിട്ട്. സെയിം കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു റോഡ് ക്രോസിങ് ഇത്. സെയിൻസ്ബറിയുടെ കോമ്പൗണ്ടിൽ തന്നെയുള്ള റോഡ് ക്രോസിങ്. ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് സെയിൻസ്ബറിയുടെ തന്നെ പെട്രോൾ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രോളി എടുത്തിട്ട് വേണം നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ട്രോളി നമ്മൾ £1 അവിടെ ട്രോളിയിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. നമ്മൾ ട്രോളി എടുക്കുന്നത് ഇങ്ങനെ ഒരു £1 ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിലത്തെ ട്രോളി ചെയ്യുന്നത് അൺലോക്കായി വരും. അങ്ങനെ നമ്മൾ ട്രോളി എടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടുന്ന പൈസയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ആൾക്കാർ ട്രോളിയായിട്ട് പാർക്കിങ്ങിലേക്ക് പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് ട്രോളി പാർക്കിങ്ങിൽ തന്നെ ഇട്ടിട്ട് പോരും. പിന്നെ ഇവർ അവിടുന്ന് കളക്ട് ചെയ്ത് വീണ്ടും ട്രോളി ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. ആ £1 കിട്ടാനെങ്കിലും ആൾക്കാർ ട്രോളി തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമല്ലോ. കൊള്ളാം അല്ലേ? ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി. വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. അച്ചു ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുക. നല്ല മാങ്ങയാണോ? അച്ചു ഓരോ ഐറ്റംസ് എടുത്ത് വെക്കുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി, പൈനാപ്പിള്, മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച്, ആപ്പിള്, പിസ്ത എടുത്തു. അച്ഛൻ മാംഗോ വിട്ടിട്ടില്ല കേട്ടോ, വേറെ എടുക്കുവാന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ നവംബർ ഒരു പകുതി കഴിയുമ്പോൾ മുതൽ തന്നെ ഫുള്ള് പിന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആയിരിക്കും. ഫുൾ റെഡ് കളറായിരിക്കും എല്ലാം. ഇതുകൊണ്ട് ഒരു അടിപൊളി ഒരു ചെടി ഇരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം ക്രിസ്മസിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. ക്രിസ്മസ് അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഫുൾ റെഡ് കളറും എല്ലാം ക്രിസ്മസിൻ്റെ ഐറ്റംസ്. ഏത് ഷോപ്പിൽ പോയാലും ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആയിരിക്കും. അടിപൊളിയാണ് കാണാനായിട്ട്. ഒരു വലിയൊരു ട്രീ വെച്ചിട്ടുണ്ട് ഇവിടെ, നല്ല ഹൈറ്റുള്ള വലിയൊരു ട്രീ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് ആണ്. കോസ്മെറ്റിക് ഐറ്റംസ് ആണ് ഇവിടെ. അച്ചു
അതിലെ ജസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ചുവിന് കോസ്മെറ്റിക്സ് അത്ര യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു നോട്ടം നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോരുവാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡ്രസ്സാണ്. ഡ്രസ്സ് ജെൻസിൻ്റെ ഉണ്ട്, ലേഡീസിൻ്റെ ഉണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഡ്രസ്സിൻ്റെ. ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ്. അപ്പുറത്തേക്ക് ഒരു 2 അയൽ മാറി അപ്പുറത്തേക്ക് ജെൻസിൻ്റെ സെക്ഷൻ വരും. ഞങ്ങളിവിടുന്ന് ഡ്രസ്സ് എടുക്കാറുണ്ട്. അച്ഛനാണെങ്കിലും എടുക്കാറുണ്ട്, എനിക്കും ഇടയ്ക്ക് എടുക്കാറുണ്ട് ഇവിടുന്ന്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാർഡിൻ്റെ സെക്ഷൻസ് ആണിത്. കാർഡ് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർ ഗ്രീറ്റിങ്സ്, ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവർ കാർഡ് കൊടുക്കുന്ന ആൾക്കാരാണ്. കാർഡിൻ്റെ വലിയൊരു കളക്ഷനുണ്ട് ഇവിടെ. ഈ ഒരു സെക്ഷനുണ്ട്, ഇപ്പുറത്ത് വേറൊരു സെക്ഷനും കൂടെ ഉണ്ട് കാർഡിൻ്റെ മാത്രമായിട്ട്. ഇപ്പോൾ ഓരോ സെലിബ്രേഷനും വേണ്ടിയിട്ടുള്ള കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ പാത്രങ്ങളുടെ ചെറിയൊരു സെക്ഷനാണ്. അച്ചു ഇത് അങ്ങോട്ടാണ് പോയേക്കുന്നത്. അച്ചു എന്തോ നോക്കുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന്. അച്ചു ഒരു മഗ്ഗാണ് നോക്കുന്നത്, നമ്മൾ കോഫിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഉണ്ടാകുന്ന മഗ്ഗ് മാറ്റണം എന്ന് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. ബെഡ്ഷീറ്റ്, ഡൂവേ, അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ഇപ്പുറത്ത് കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പം അച്ചു ഇവിടെ ബെഡ്ഷീറ്റ് എന്തോ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ചു 2 പാത്രം എടുത്ത് 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ട്രോളിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു ബോർഡൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർസൊക്കെ മേളിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽസ് ആണുള്ളത്, അതുപോലെ റൂം സ്പ്രേ, ക്യാൻഡിൽസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് ചെറിയ ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷനാണിത്. അപ്പുറത്ത് ചോക്ലേറ്റിൻ്റെ വലിയൊരു സെക്ഷനുണ്ട്. ഇപ്പുറത്തത് ചോക്ലേറ്റിൻ്റെ ചെറിയൊരു സെക്ഷനാണ്, ഡയറി മിൽക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചിക്കനൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു സെക്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പം ഇവിടെ ഒരു സുഷിയുടെ ഒരു കൗണ്ടറുണ്ട്. സുഷി ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് സുഷി അത്ര ഒരു താല്പര്യമുള്ളൊരു ഐറ്റം അല്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെയാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ തന്നെ കാരണം ഇതാണ്. അച്ഛൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാം അത് കാണുമ്പോൾ. ഇത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമായിരുന്നു. ചിക്കൻ ലിവറാണ്. അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ലിവർ. അപ്പോൾ അത് നോക്കിയെടുക്കുന്നത്, ഡേറ്റ് നോക്കിയെടുക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ വേറെ ആരും കൊണ്ടുവന്നതിന് മുന്നേ അച്ചു പടപടയെന്ന് 2 എടുത്തു. ആൾ ഹാപ്പിയായി. ഇനിയിപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമുക്ക് മലയാളി ഷോപ്പിലും കൂടെ പോകേണ്ടത് കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇവിടുന്ന് എടുക്കുന്നില്ല. അരി സാധനങ്ങളൊക്കെ നമുക്ക് മലയാളി ഷോപ്പിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അച്ചു അതിൻ്റെ ഇടയ്ക്കൊരു ഫിഷ് എടുത്തിട്ടുണ്ട്. സീബാസ് ആണ് നമ്മുടെ ലാലേട്ടൻ്റെ ഐറ്റം, അതെടുത്തിട്ടുണ്ട് ഒരെണ്ണം. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇങ്ങോട്ട് വരുമ്പം കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങോട്ട് നോക്കുന്നേ ഇല്ല, കാരണം എനിക്ക് അച്ചുവിനും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചുമയാണ്. അപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല. അവിടെ നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ലിക്കറിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ലിക്കറിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വൈനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വൈനിൻ്റെ റെഡ് വൈന്, വൈറ്റ് വൈന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതും ലിക്കറിൻ്റെ തന്നെ ഒരു സെക്ഷനാണ്. ഇപ്പുറത്തും ഇവിടെ ഒരുപാട് ബ്രാൻഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അച്ചുവിനെ കാണാതെ പോയി. അച്ചുവിനെ കാണുന്നില്ല. ഇനിയിപ്പോൾ ഏത് ഭാഗത്താണെന്നുള്ളത് കണ്ടുപിടിക്കണം, ടാസ്ക്കാണ്. എന്തായാലും ഈ ഏരിയയിലൊന്നുമില്ല, എന്തോ ഐറ്റം തപ്പി പോയേക്കുവാണ്. ഇവിടെ ഓരോ സെക്ഷനാണ്. ഇപ്പം ഇത് പിള്ളേരുടെ പാമ്പേഴ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ അച്ഛനെ കണ്ടുപിടിച്ചു. അച്ഛനെ ഞാൻ ഈ ഫ്രണ്ട് നടത്തുവാണ്, അപ്പം മിസ്സായി പോകത്തില്ലല്ലോ, അതുകൊണ്ട് ഫ്രണ്ട് നടന്നോളാൻ പറഞ്ഞു. ഈ ഇരിക്കുന്നത് ടർക്കി കോഴിയാണ്. നല്ല സൈസുള്ള കോഴി. അത് എനിക്ക് തോന്നുന്നു ഒരു കവർ തന്നെ ഒരു 4 കിലോ 5 കിലോ ഒക്കെ വരുമായിരിക്കും. ഞങ്ങളത് വാങ്ങാറില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം നഗറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്.
അവിടുന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഐസ്ക്രീം ഐറ്റംസൊക്കെയാണ്. നമ്മളങ്ങോട്ട് നോക്കുന്നേ ഇല്ല, ചുമയ്ക്കാൻ വയ്യ. പിന്നെ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പാക്കറ്റുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അവിടുന്ന്. അങ്ങനെ വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. അച്ഛനെ കാണുന്നില്ല. പിന്നെ വീണ്ടും അച്ഛൻ എന്തോ തപ്പിപ്പോയേക്കുവാണ്. ഞാൻ 2-3 സെക്ഷനിൽ നോക്കി, അവിടെ ഒന്നും അച്ഛനില്ല. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കറങ്ങി വന്നപ്പം അകലേന്ന് വരുന്നത് കണ്ടു. അപ്പോൾ അകലേന്ന് വരുന്നത് കണ്ടപ്പം എനിക്ക് ആ ഇംഗ്ലീഷുകാരൻ്റെ കൂടെ വരുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷെ അടുത്തേക്ക് വന്നപ്പം അല്ല, ആൾ ഒറ്റയ്ക്കാണ് വരുന്നത്. സേഫാണ്, പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് വന്നപ്പം മുട്ടൻ പണി. മഴയോട് മഴ. നമ്മുടെ നാട്ടിലെ പോലത്തെ മഴ. ഭയങ്കര കാറ്റും മഴയും. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാതെ സ്റ്റക്കായിപ്പോയി അവിടെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നു. മഴ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, കുറവുണ്ട്. ഇനിയും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയാളി ഷോപ്പിൽ പോകുന്നത് വീണ്ടും ലേറ്റാവും. നമ്മുടെ ബീഫ് ആരെങ്കിലും കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മോനെ നമ്മുടെ നാട്ടിലെ പപ്സ് ചില്ലുകൂട്ടിലിട്ട് വെച്ചിരിക്കുന്നു. ചിക്കൻ, ബീഫ്, എഗ് പപ്സ് എല്ലാം ഉണ്ട്. അച്ഛന് പ്രാന്തായി, എല്ലാം 2 വെച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കടയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ. നമുക്ക് പൊടി ഐറ്റംസ് ആണെങ്കിലും അതുപോലെ എല്ലാ ഐറ്റംസും. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം വെജിറ്റബിളൊക്കെ ഉണ്ട്. അത്യാവശ്യം നാട്ടിലെ ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാം ഉണ്ട്. ഏത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അച്ചാർ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ തരം അച്ചാറുകളും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഉള്ളി തൊലി കളഞ്ഞ ഇരിപ്പുണ്ട്. അതുപോലെ ഉഴുന്നുവട ഫ്രോസൺ ഉഴുന്നുവട നമുക്ക് തുറന്ന് നോക്കാവേ. ഉണ്ട് ഫ്രോസൺ ഉഴുന്നുവട. ഇത് നല്ലതാണ് കേട്ടോ, അത്യാവശ്യം നല്ലതാണ്. നമ്മളൊന്ന് ഹീറ്റ് തീർത്ത് കഴിഞ്ഞാൽ മൈക്രോവേവിൽ വെച്ച്. അതുപോലെ നെയ്യപ്പം ഉണ്ട്. ഇപ്പുറത്ത് പരിപ്പുവടയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ചായക്കട പലഹാരങ്ങളും ഫ്രോസൺ ആയിട്ടും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ സാമ്പാർ മിക്സ്, തേങ്ങ ചിരകിയത്, കപ്പ, ഇതിൻ്റെയൊക്കെ ഫ്രോസൺ അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് മാറുവാണെങ്കിൽ നമുക്ക് അരിയൊക്കെ അവിടെ നിന്ന് എടുക്കാം. കുത്തിരിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അരിയൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പം അതിൻ്റെ എല്ലാത്തിനും വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ പൂജ ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കിട്ടും. അതായത് സാമ്പ്രാണി, വിളക്കുതിരി, അതുപോലെ മണിയുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. എണ്ണ, വിളക്കിലൊഴിക്കുന്ന എണ്ണ, കുങ്കുമം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിയുമ്പോഴത്തേക്കും അവിടെ നിലവിളക്കൊക്കെ ഇരിപ്പുണ്ട്. നിലവിളക്ക്, അതുപോലെ മാതാവിൻ്റെ രൂപം, യേശുക്രിസ്തുവിൻ്റെ രൂപം, അതെല്ലാം നമുക്കവിടെ ഇരിപ്പുണ്ട്. നമുക്കിഷ്ടമുള്ളത് എടുക്കാം. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ മഴയൊക്കെ മാറി, ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. എന്നാലും അടുത്ത മഴയ്ക്കുള്ള സകല ചാൻസും കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്നപ്പോൾ അതിൻ്റെ അടുത്ത് ഒരാളെ കൊണ്ടേ നിർത്തിയിട്ടുണ്ട്. ഇതാ ഇവനാണ് ആള്. പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി അങ്ങ് പരിചയപ്പെടാനായിട്ട് പോയില്ല. പക്ഷെ ആൾ ലോക്കാണ് അവിടെ. അങ്ങോട്ട് ഇങ്ങോട്ടും പരിചയപ്പെടണം എന്ന് ആഗ്രഹമുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അത്രയ്ക്കങ്ങ് അടുക്കാനായിട്ട് പോയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുവാണ് തിരിച്ച്. നല്ല ട്രാഫിക്കുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട്, ഫ്രൈഡേ സാറ്റർഡേ നല്ല ട്രാഫിക് ആയിരിക്കും. ആൾക്കാരെല്ലാം വീക്കെൻഡ് ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നതിൻ്റെ തിരക്കും. പക്ഷേ മഴയായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇന്ന് ട്രാഫിക് കുറച്ച് കുറവുണ്ട്. എന്നാലും തിരക്കിൻ്റെ സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്കെന്തായാലും അതിന് മുന്നേ വീട്ടിൽ കയറി പറ്റാം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നു. ഇന്നത്തെ വല്ലാത്തൊരു പോക്കായി പോയി. കാരണം ഭയങ്കര മഴയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വെയിലായത്. ഇപ്പോഴും വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാലും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തണുപ്പാണ്. മഴ പെയ്തപ്പോൾ തന്നെ അങ്ങ് അവിഞ്ഞു പോയി. പറഞ്ഞ പോലെ
പിന്നെ അതുപോലെ പിന്നെ ആകപ്പാടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ബീഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നാട്ടിലെ പോലത്തെ അത്ര നല്ല ബീഫ് ഇവിടെ എല്ലായിടത്തും കിട്ടാറില്ല. പക്ഷേ ഇന്ന് മലയാളിക്കടയിൽ നിന്ന് നല്ല ബീഫാന്ന് പറഞ്ഞ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അവിടുന്ന് മേടിച്ച് വേറെ കുറച്ച് ആൾക്കാരും നല്ല അഭിപ്രായം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പോയി മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നല്ല കൊഴുവ കിട്ടിയിട്ടുണ്ട്, നല്ല വലിയ കൊഴുവ അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ പപ്സ് കിട്ടിയിട്ടുണ്ട്. പപ്സ്, ചിക്കൻ പപ്സ്, എഗ് പപ്സ്, മീറ്റ് പപ്സ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പപ്സ് കാണിക്കാം. പപ്സ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഉദ്ദേശിച്ച പോലെ ഒന്നും പർച്ചേസിങ് നടന്നില്ല. കാര്യം രണ്ട് മൂന്നിടത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ്, മഴയൊക്കെ കാരണം പിന്നെ പോയില്ല ഞങ്ങൾ. അപ്പം എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.